സാർ, പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഇനി എന്താ താമസം? എല്ലാം പൂർത്തിയായല്ലോ. ധാരാളം പേരുടെ ഇന്റർവ്യൂ തയ്യാറാക്കിയിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, അംബാസിഡർ ആകാൻ പോകുന്ന സെഷൻസ് ജഡ്ജ് അഗർവാളിന്റെ ജയിലിൽ പോയി വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുത്തു. അറിയാം, അതെല്ലാം ഞാൻ വായിച്ചതാണല്ലോ. അതുകൊണ്ട് മാത്രം ഒരു പത്രം ഇറങ്ങോ? ഇറങ്ങോ? ഇല്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളതിലേറെ പത്രങ്ങൾ ഇവിടെ ഉണ്ട്. പുതിയൊരു പത്രത്തിന്റെ ആവശ്യം ജനങ്ങൾക്കില്ല, ആവശ്യം നമുക്കാണ്. പണം തന്ന് അവർ നമ്മുടെ പത്രം വാങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ കഴിയണം. മറ്റു പത്രങ്ങളില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, എല്ലാം വെറും യൂഷ്വൽ. പ്രത്യേകതയുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറൊരു ഗൈഡ് ലൈൻ തന്നാൽ. ഉദാഹരണത്തിന്, നമ്മുടെ പത്രത്തിൽ മാത്രം വരുന്ന ഒരു സെൻസേഷണൽ ന്യൂസ്, ഒരു ഫീച്ചർ നമ്മളത് തേടി കണ്ടുപിടിക്കണം. അങ്ങനെ ഒന്നുണ്ടായിട്ടേ ഈ പത്രം ഇറങ്ങൂ. അങ്ങനെ ഒന്നുണ്ടാവും, ഉണ്ടാവണം. നിങ്ങൾ ഈ പഴയ ട്രാക്ക് വിട്ട് പുതിയ എന്തെങ്കിലും തിരയണം. അതിന് പറ്റിയ ഒരു റിപ്പോർട്ടറെ ഞാൻ നിയമിച്ചിട്ടുണ്ട്, വിശ്വനാഥ്. അതാരാണ്? കക്ഷി തൽക്കാലം അജ്ഞാതനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒന്നാന്തരം നെറ്റ്വർക്കുള്ള വലിയ വലിയ പത്രങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്കായി മാത്രം വരാൻ പോകുന്ന ഒരു സെൻസേഷണൽ ന്യൂസ്. എവിടെയോ കിടക്കുന്ന ന്യൂസിന് വേണ്ടി ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പ്. ക്ഷമിക്കണം സാർ, എനിക്ക് തോന്നുന്നത് ഇതൊരു ഫൂളിഷ് ആണെന്നാണ്. വിഷമിക്കാതോ, സീസറിനുള്ളത് സീസറിന് തന്നെ, അത് വരും. അത് സാറിന് എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയും? കഴിയും. എന്റെ ജാതകത്തിൽ എങ്ങനെ ഉണ്ട്. സമയം വൈകി, ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഞാനും പോട്ടെ. ഗുഡ് നൈറ്റ്. സാർ, മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അഗർവാൾ അല്ലേ? മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം, ഞാൻ പറയുന്നത് വരെ. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? എല്ലാം ശരിയായോ? പത്രം തുടങ്ങിയോ? ഇല്ല, പത്രം തുടങ്ങുന്നത് നീയും സിദ്ദീഖും അപ്പുവും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു. പുറത്തു വരാനോ? പതുക്കെ. അവർക്ക് മലയാളം അറിയില്ല. നിങ്ങൾ 3 പേരും ജയിലിൽ ചാടാൻ പോകുന്നു, കൂടെ വിഷ്ണു. വിഷ്ണു? അതെ. നാളെ കഴിഞ്ഞ് വെളുപ്പിന് 3 മണിക്കില്ലേ വിഷ്ണുവിനെ തൂക്കിലിടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ രക്ഷപ്പെടും. എങ്ങനെ? രക്ഷപ്പെടാനുള്ള പ്ലാൻ ഇതിനകത്തുണ്ട്. പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ കത്തിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അനന്ത, നീ എല്ലാം സൂക്ഷിച്ചോണം. ഇന്നു മുതൽ എല്ലാവർക്കും 24 മണിക്കൂറാണ് ഡ്യൂട്ടി. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏത് ദിവസം വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും പത്രം ഇറക്കാൻ റെഡിയായിട്ടിരിക്കണം. ഇനി ആർക്കും വിശ്രമമില്ല, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഫീൽഡിൽ. മിസ്റ്റർ നായർ, സ്റ്റാഫിലുള്ള എല്ലാവരോടും പറഞ്ഞു. സുരേഷ്, പേജുകളെല്ലാം എന്നും സെറ്റ് ചെയ്തിരിക്കണം, ഫ്രണ്ട് പേജ് ഒഴികെ. വിഷ്ണുവിന്റെയും അഗർവാളിന്റെയും ഇന്റർവ്യൂ സെറ്റ് ചെയ്തോളൂ. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് വേണ്ടി മാത്രം ഒരു സെൻസേഷണൽ ന്യൂസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ആഴ്ച തന്നെ പത്രം ഇറക്കണം. ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ്. ദിവസം ഞാൻ അറിയിക്കാം. ഇതുവരെ ഫ്രണ്ട് പേജ് കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴാ സെറ്റ് ചെയ്ത് പത്രം പ്രിന്റ് ചെയ്യുന്നത്? നമ്മുടെ പത്രം ഇന്ന് രാവിലെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജി.കെ. സാർ വരുന്നുണ്ട്.
ഫ്രണ്ട് പേജ്. വേഗം മറിച്ചു കൊടുത്തേക്കും. ന്യൂഡൽഹി ഡയറിയുടെ ആദ്യത്തെ പത്രം. ഫസ്റ്റ് എഡിഷൻ പ്രിന്റിംഗ് കഴിഞ്ഞു. ഏജന്റ്സ് എല്ലാം ആവേശം കൊണ്ടിരിക്കുകയാണ്. റിലീസ് ചെയ്യട്ടെ? നോ, ഇന്നത്തെ പത്രം ഫ്രീ. എല്ലാവരും ഫ്രീ ആയിട്ട് വായിക്കട്ടെ. ഏജന്റ്സിന്റെ കമ്മീഷൻ നമുക്ക് കൊടുക്കാം. നമ്മുടെ വണ്ടികൾ തന്നെ ഇന്നത്തെ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ. ഈച്ച് ആൻഡ് എവറി കോർണർ, എല്ലായിടത്തും. ഇന്ന് ഡൽഹി ഉണരുന്നത് നമ്മുടെ പത്രം കണ്ടുകൊണ്ടായിരിക്കണം. ഈ സെൻസേഷണൽ ന്യൂസ് കേട്ടുകൊണ്ടായിരിക്കണം. പത്രക്കെട്ടുകൾ അയച്ചു തുടങ്ങിക്കോളൂ. തട്ടിക്കൊണ്ടുപോയി കടയെടുത്തിട്ടുണ്ട്. സോറി, യു ആർ എ ബിറ്റ് ലേറ്റ്. 15 മിനിറ്റ് വൈകിപ്പോയി. ഹി വാസ് കിൽഡ്. തട്ടിക്കൊണ്ടുപോയി അതേ വാനിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ടു. ശവം വഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. Uncle and King assassinated. വിശ്വനാഥ്. ഉമേ, ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഉണ്ടല്ലോ. വിശ്വനാഥിന് തിരക്കിനിടയിൽ പടമെടുക്കാൻ കഴിഞ്ഞില്ല. തരൂ. മോർണിംഗ് എഡിഷനിൽ കൊടുക്കാം. ഇന്ന് പത്രം പ്രിന്റ് ചെയ്യാൻ താമസിച്ചോ? ഇത് സ്പെഷ്യൽ എഡിഷൻ. 5 ലക്ഷം അടിച്ചു. ഭയങ്കര സെയിൽ. തികഞ്ഞില്ല. 2 ലക്ഷം കൂടെ അടിക്കുന്നു. ദാ കണ്ടില്ലേ? സംഭവം നടന്നിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. പോലീസ് അറിയും മുമ്പേ സംഭവം കണ്ടത് ഉമയാണ്. 100 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് ഞങ്ങളെക്കാൾ മുമ്പ് വിശ്വനാഥ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പത്രം അടിച്ചിരിക്കുന്നു. സെക്കൻഡ് എഡിഷൻ അടിക്കുന്നു. ആളുകൾ ശ്രദ്ധിക്കുന്നു. എനിക്കും കുറെയൊക്കെ മനസ്സിലാകും. എന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത്. തല ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, തലയിൽ എഴുത്തൂടെ നന്നാവണം. ശരിയാണ്. തലയിൽ എഴുതുന്ന ആരും ഇവിടെ ഉണ്ട്. ദൈവം.
സംഭവം നടക്കുന്നതിന് മുമ്പ് വാർത്ത ഇവിടെ എത്തിക്കുന്ന ആൾ. ദാറ്റ് മീൻസ് ക്രിയേറ്റർ, സൃഷ്ടാവ്. സുരേഷ്, എന്തൊക്കെയാണ് അവരോട് പറഞ്ഞത്? ഉമ്മ ബെറ്റ് വെച്ചോ, താൻ എടുത്ത ഒരൊറ്റ ഫോട്ടോ നാളത്തെ പത്രത്തിൽ വരാൻ പോകുന്നില്ല. അതെന്താ? അതങ്ങനെയാ, കണ്ടോ. ക്രിയേറ്റർ, സൃഷ്ടാവ്, ദൈവം. സുരേഷ് പറഞ്ഞത് ശരിയാണ്. ഐ എം ഗോഡ്, മീഡിയ ഗോഡ്. ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും മായ്ക്കുന്നതും ഞാനാണ്. ഏതുന്നതന്റെയും. രാഷ്ട്രത്തലവൻ, പണക്കാരൻ, രാഷ്ട്രീയ നേതാക്കൾ, ഇവന്റെ ഒക്കെ ലൈഫ് എന്റെ കയ്യിലാണ്. എവിടെ ബോംബ് പൊട്ടണം, എവിടെ ട്രെയിൻ മറിയണം, മരിക്കേണ്ടവൻ എങ്ങനെ മരിക്കണം, എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. പഴയ നവഭാരത് ടൈംസിലെ വെറും ജി കൃഷ്ണമൂർത്തി, ഇന്ന് വിശ്വനാഥൻ. ബൈ ചാൻസിന് കിട്ടിയതാണെങ്കിലും നല്ല പേര്, വിശ്വനാഥൻ, വിശ്വത്തിന്റെ നാഥൻ, അതായത് ദൈവം. എന്താ നിന്ന് കളഞ്ഞത്? സാറ് മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. വരൂ. എന്റെ ഇപ്പോഴത്തെ മൂഡ് മര്യാദയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഞാൻ സുന്ദരമായ ഒരു സ്വപ്നത്തിന്റെ ഇൻടോക്സിക്കേഷനിലാണ്. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. പത്രലോകം മുഴുവൻ ഞാൻ കീഴടക്കി. ഞാനത് എങ്ങനെയാ മര്യാദയ്ക്ക് വിവരിച്ചു തരേണ്ടത്? സാർ അതിര് കടക്കുന്നു. ആ പാവൻ രാജാവിനെ കൊല്ലേണ്ടിയിരുന്നില്ല. സമയം വൈകി, മര്യാദയ്ക്ക് പോകാം. മരിയ, നീ എന്നെ ചോദ്യം ചെയ്യരുത്. സാർ, ദയവ് ഇത് സുരേഷിനോട് പ്രതികാരം ചെയ്യരുത്. എനിക്കവന് ഇഷ്ടമാണ്. ആളൊരു ഭയങ്കരനാണല്ലോ. ഇന്ത്യയിൽ ഒന്നാം കിട ജേർണലിസ്റ്റുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. അതിരിക്കട്ടെ, വിശ്വനാഥനെ കണ്ടതില്ല. അത് കയ്യിലിരിക്കട്ടെ, അതെന്റെ പത്രത്തിന്റെ ഒരു ട്രേഡ് സീക്രട്ടാണ്. ആ മരിയ, മരിയ അറിയില്ലേ? നമ്മുടെ മരിയ. വന്ന തിരക്കിനിടയിൽ അവിടെയും കണ്ടില്ല. ഞാൻ കണ്ടു. കമാ. ബ്യൂട്ടിഫുൾ സെറ്റപ്പ്. ഞങ്ങളുടെ ഓഫ്സെറ്റ് പ്രസ് ആണ്. എല്ലാം ലേറ്റസ്റ്റ് മെഷീൻ ആണല്ലേ? പുതിയ സ്വിറ്റ്സർലൻഡിന്റെ വെബ് വിഭാഗ് ഓഫ്സെറ്റ് ആണ്. മണിക്കൂറിൽ 60,000 കോപ്പി. ഇന്ത്യ മുഴുവൻ എഡിഷൻ തുടങ്ങുന്നത് ഒരു പഴയ തിയറിയാണ്. എനിക്ക് ഒറ്റ എഡിഷനേ ഉള്ളൂ. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എല്ലാം ഓപ്പറേറ്റ് ചെയ്യും. മിസ്റ്റർ നായർ, എന്താ ഇത്? ഒരു പ്ലസന്റ് സർപ്രൈസ്, കൂടെ ഒരു റിക്വസ്റ്റും. ഞങ്ങളുടെ ഈ പുതിയ പ്രസ് ശങ്കറും പണിക്കരിയേട്ടനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യണം. GK പേപ്പറും GK ഒരുപോലെയാ, എപ്പോഴും അൺഎക്സ്പെക്ടഡ്. അവിടാണ് സ്വിച്ച്. വരും. ആ കാണുന്നതാണ് സ്വിച്ച്. ഇന്ന് പത്രം അടിക്കുന്നുണ്ടോ? നോ,
ഇത് വെറും ഔപചാരികമായ ഉദ്ഘാടനം. അത് ശരി. ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അയക്കാവുന്ന ഒരു കേന്ദ്രമന്ത്രിയും ഡെമോക്രാറ്റിക് കക്ഷിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്വിസ് പ്രസിന്റെ ആദ്യ പ്രിന്റിംഗ് നിങ്ങളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന ഒരു ന്യൂസ് കിട്ടുമ്പോഴായിരിക്കും. അതിന് എന്നാണ്? അതിന് ഇനി അധികം താമസമില്ല. ഇനി നമ്മൾ ആ കാര്യങ്ങളൊന്നും പേടിക്കണ്ട. ജി കെ അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. എല്ലാം വഴിപോലെ നടക്കും. ഞാൻ പോട്ടെ. അവരെന്ത് ഓർക്കും? ഇനി ഏറിയാൽ 1/2 മണിക്കൂറൂടെ. സുരേഷ്, ബോറടിക്കുന്നുണ്ടല്ലേ? ഇല്ല. ചേച്ചി ഒന്നിങ്ങി വന്നേ, ഇപ്പൊ വരാം. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ജി കെയോട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ. ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ് ജി കെ. എന്തായത് പണിക്കരേട്ടാ? ആരെങ്കിലും കാണും? ഇവിടെ ഇപ്പൊ ആരുമില്ല, നമ്മൾ മാത്രം. ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പണിക്കരേട്ടാ പറയേ. ജി കെ ഇനിയും വളരണം. ഞങ്ങൾ സഹായിക്കും. നോ, നമുക്ക് വളരണമെന്ന് പറയൂ. ഞാൻ നിങ്ങളെയും സഹായിക്കും. Correct. ജി കെയോട് മാത്രമായിട്ടൊരു രഹസ്യം. പറയണു. പണിക്കരി ഏട്ടൻ പരമരഹസ്യമായിട്ട് ഇവിടുന്ന് അങ്ങ് മുങ്ങും നൈനിറ്റോളിലേക്ക്. ഇലക്ഷൻ അല്ലേ വരുന്നത്, സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കാനാ. ഇവിടെ ഇന്ന് ഒന്നും നടക്കില്ല. ലിസ്റ്റ് തയ്യാറായാൽ ആദ്യം തരുന്നത് എനിക്കായിരിക്കും. കേട്ടോ ജി കെ, ഇലക്ഷനിൽ നമ്മളെ ജയിക്കൂ. ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയാ പറയുന്നത്. ശരി? ഡൗട്ട്? നോ, ഡെഫിനറ്റ്. ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ ജി കെ. ഇവിടെ പലരും ആവും. ഈ ചക്കരങ്ങളിലെ ഇവൻ റെഡ് ഫോർട്ടിൽ പ്രസംഗിക്കും. പിന്നെ അന്ന് നമ്മൾ ഒന്നായിരിക്കും.